എൻ്റെ മക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ കർത്താവിൻ്റെ ശക്തി പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. ഒരു വിറയലോടുകൂടിയാണ് ഇത് എൻ്റെ മക്കളോട് ഞാനിത് പറയുന്നത്. യേശു പറയുന്നു, നിൻ്റെ ദൈവമായ കർത്താവ് നിന്നോട് കൂടെയുണ്ട്. അവനാണ് ഇനി നിൻ്റെ ബലം. നിനക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല. കുരിശിൻ്റെ വഴി ചൊല്ലുന്നത് പോലെ നീ ബൈബിളും വായിക്കണം. കാരണം വചനം നിൻ്റെ ഭക്ഷണമാണ്. വചനം വായിച്ച് ഭക്ഷിക്കണം. വയർ നിറയെ ഭക്ഷിക്കണം. തേൻകട്ട പോലെ മധുരിക്കും വരെ ഭക്ഷിക്കണം. വചനത്തിൻ്റെ ശക്തി അറിയാത്തത് കൊണ്ടാണ് വചനത്തിന് നീ വില കൽപ്പിക്കാത്തത്. നിൻ്റെ അധരത്തിൽ എപ്പോഴും വചനം ഉണ്ടായിരിക്കണം. കാരണം വചനം തിന്മയുടെ ശക്തിയെ തകർക്കുന്നു, അന്ധകാര ശക്തിയെ തകർക്കുന്നു. വചനം നന്മയും തിന്മയും തിരിച്ചറിയാൻ നമ്മെ സഹായിക്കുന്നു. കുരിശിൻ്റെ വഴി ചൊല്ലി നീ ശക്തി പ്രാപിക്കുന്നത് പോലെ വചനം വായിച്ച് വചനത്തിൻ്റെ ശക്തിയും നീ അറിയും. കുരിശിലാണ് മകളെ രക്ഷ, വചനത്തിലാണ് മകളെ ശക്തി. കുരിശിൻ്റെ വഴിയും വചനവും വായനയും നീ മുടക്കരുത്. കാരണം രണ്ടിൻ്റെയും ശക്തി നീ അറിയാൻ പോകുന്നു. കുരിശിൻ്റെ വഴി ചൊല്ലുമ്പോൾ നിൻ്റെ പാപങ്ങൾ കഴുകുന്നു. വചനം നിന്നെ ശക്തിപ്പെടുത്തുന്നു. രണ്ടും കണ്ണീരോടും വിറയലോടും കൂടി ചെയ്യുക. നീ ശാന്തമായി പ്രാർത്ഥിക്കുക. കണ്ണീരോടെയാണ് എൻ്റെ മക്കൾ വരുന്നത്. അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. നീ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുക. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം നിൻ്റെ ദൈവം നിന്നോട് കൂടെയുണ്ട്. ആമേൻ.